പ്രിയപ്പെട്ടവരെ നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പരിസ്ഥിതിവാദികൾ ലോകത്തിൻ്റെ രണ്ട് ഭാഗത്ത് ഇപ്പോൾ ചെറിയൊരു പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പുതിയ എയർപോർട്ട് വരാൻ പോകുന്നു. അവിടെ ഒത്തിരി പുതിയൊരു സിറ്റി വരുന്നു. അതുപോലെ തന്നെ അവിടെ ഒത്തിരി മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയൊക്കെ അതിനെതിരായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അൽബേനിയ എന്ന് പറഞ്ഞ രാജ്യത്താണ്. അതിന് അൽബേനിയയിൽ ഒരു ട്രംപിൻ്റെ പുത്രി ഇവാങ്ക ട്രംപും മരുമകൻ, അതെങ്ങനെയാണ് പുള്ളിയുടെ പേര് പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, ജെറാഡ് കുഷ്ണർ എന്നാണ് തോന്നുന്നു. അപ്പം പുള്ളി കൊണ്ട് അവരുടെ ഒരു ലക്ഷറി പ്രോജക്റ്റ് ഒരു ഐലൻഡിൽ, ഒരു ദ്വീപിൽ, അൽബേനിയയുടെ തലസ്ഥാനമായ ടിറാന എന്ന ദ്വീപിൽ നിന്നും എന്ന സ്ഥലത്തിൽ നിന്നും ഇതിൻ്റെ പേര് സാസാൻ ഐലൻഡ് എന്നാണ് പറയുന്നത്. സാസാൻ ഐലൻഡിലാണ് അവർ ഈ ലക്ഷറി പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇത് വലിയൊരു ഒത്തിരി പ്രൊട്ടസ്റ്റാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിവാദികൾ അവിടെ ഒത്തിരി സമരം നടത്തുകയാണ് അൽബേനിയയിൽ. ആദ്യം തന്നെ നമ്മൾ പല കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. അവിടുത്തെ പ്രധാനമന്ത്രിയാണ് ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അൽബേനിയ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണെന്ന് തന്നെയാണ്. 2030 യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെടും എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. രാമ എന്നാണ് പ്രധാനമന്ത്രിയുടെ പേര്. രാമ വോട്ടോവർ ഇറ്റ് ഈസ്. എനിക്ക് ഇംഗ്ലീഷ് പേരുകൾ അറിയത്തില്ല, അതുകൊണ്ടാണ്. എന്താണേലും പരിസ്ഥിതിവാദികൾ അവിടെ വലിയൊരു പ്രൊട്ടസ്റ്റ് തന്നെ നടത്തുകയാണ്. അൽബേനിയയുടെ തന്നെ ഒത്തിരി 50ഓളം പരിസ്ഥിതി പ്രൊട്ടക്ഷൻ ആൻഡ് 40ഓളം പരിസ്ഥിതിവാദി ഗ്രൂപ്പുകളുണ്ട്. പ്രൊട്ടക്ഷൻ ഫോർ ആൻഡ് പ്രിസർവേഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻ അൽബേനിയ എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് അതിൽ തലക്കൽ നിൽക്കുന്നത്. ജനുവരിയിൽ അവർ സർക്കാരിന് കത്തെഴുതി. ഇതിൻ്റെ ഒരു പെറ്റീഷൻ എന്ന് പറയുന്നത് 60,000 പേര് ഒപ്പിട്ടിട്ടുള്ള ഒരു പെറ്റീഷനാണ്. ഇതിനെതിരെ ഒപ്പിട്ടിട്ടുള്ളത്. അവർ അൽബേനിയ ദുബായ് പോലെ ഒരു സംഭവം, ഇത്ര ലക്ഷറി ടൂറിസം ഒന്നും അവിടെ പറ്റില്ലെന്നാണ് അവിടുത്തെ പരിസ്ഥിതിവാദികളുടെ ആരോപണം. ഇവ കുഷോവ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. ടിറാന എന്ന് പറഞ്ഞ സ്ഥലമാണ് അവരുടെ ക്യാപിറ്റൽ. നമുക്ക് കാണാനൊന്നും. അൽബേനിയയിലെ ഒത്തിരി പ്രൊട്ടസ്റ്റ് നടക്കുന്നു. ഇതുപോലെ ഒത്തിരി ലക്ഷറി ടൂറിസം സാധ്യതയാണ് അൽബേനിയയിൽ കാണുന്നത്. ഇവിടെ പേരെ അറസ്റ്റ് ചെയ്തു. പ്രൈം മിനിസ്റ്റർ രാമ എന്ന് പറഞ്ഞ പുള്ളി റിസൈൻ ചെയ്യണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. എക്സ്പ്ലോഷൻസ് ഉണ്ട്, ഫയർ വർക്ക്സ് ഉണ്ട്. ഇവിടെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്. ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ ഇപ്പം വീഡിയോ കാണാം.
Crowds have once again gathered in Zvernik on Albania's eastern coast to protest a planned multi-million-dollar resort linked to the Trump family. Hundreds attended, chanting, "Narta is ours." The U.S. President's daughter, Ivanka Trump, and son-in-law, Jared Kushner, are both involved in the investment firm looking to develop this land. Opponents warn it could damage the area's fragile ecosystem and also threaten wildlife. And thousands of people have all... നമ്മൾ അൽബേനിയ എന്ന് പറഞ്ഞ രാജ്യത്തിന് വിക്കിപീഡിയ എടുക്കാൻ പോവാം. യൂറോപ്പിലാണ് ഈ രാജ്യമെന്ന് മനസ്സിലാകുന്നു. നമ്മൾ കൊച്ചിയിൽ നിന്ന് 1,00,000 രൂപയേ ഉള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റ്. നമ്മൾ അവിടുത്തെ സ്ഥലങ്ങളുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത് കേട്ടോ. കുറേ നല്ല ഫോട്ടോകൾ കാണുന്നു. ഇവിടെ പറയുന്ന വളരെ ചെറിയൊരു രാജ്യമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. യൂറോപ്പിൻ്റെ തെക്കിഴക്ക് മെഡിറ്ററേനിയൻ തീരത്തുള്ള പരമാധികാര രാജ്യമാണ് അൽബേനിയ. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് അൽബേനിയ. കഴുകേണ്ട നാടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ടിറാനയാണ് തലസ്ഥാനം. ഈ മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വികസന കാര്യങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അൽബേനിയയാണ്. സെർബിയയുടെയും ഗ്രീസിൻ്റെ ഇടയ്ക്ക് ആണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് മൊണ്ടേനഗ്രോ, തെക്ക് കിഴക്ക് സെർബിയ, കിഴക്ക് മാസിഡോണിയ, തെക്ക് ഗ്രീസ്, പടിഞ്ഞാറ് അഡ്രിയാറ്റിക് കടൽ, തെക്ക് പടിഞ്ഞാറ് ഇയോണിയൻ കടൽ എന്നിവയാണ് അൽബേനിയയുടെ അതിർത്തികൾ. അൽബേനിയയെ ഇറ്റലിയുടെയും കുറച്ച് അടുത്താണ് നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ മധ്യഭാഗം മുഴുവനും മലനിരകളാണെന്നാണ് പറയുന്നത്. അൽബേനിയയ്ക്ക് കുറുകെയുള്ള ഗതാഗതം ദുർഘടവും പ്രയാണ ദുഷ്കരമാണ്. 2008 നാറ്റോയുടെ അംഗമായി. യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിന് സാധ്യതയുണ്ടെന്ന് 2030 ഒരു സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടിയാണ് അൽബേനിയ. ഇന്ന് യൂറോപ്പിൽ ഏറ്റവും അധികം അഴിമതിയും മാഫിയ പ്രവർത്തനവും ഉള്ള രാജ്യമാണ് അൽബേനിയ. ടിറാനയാണ് അതിൻ്റെ ക്യാപിറ്റൽ. കറൻസി എന്ന് പറഞ്ഞാൽ അൽബേനിയൻ ലേക്ക്. 27 ലക്ഷം ജനങ്ങളെ അവിടെ ഉള്ളൂ. വെറും 27 ലക്ഷം ജനങ്ങളെ ഉള്ളൂ. ഒഫീഷ്യൽ ലാംഗ്വേജ് അൽബേനിയൻ. നമുക്ക് ഇത് നോക്കാം. ഇതിൻ്റെ ഡോളറുമായിട്ടുള്ള 1 രൂപ നമ്മുടെ ഏകദേശം ഒരു അൽബേനിയക്കാരൻ ഇവിടെ വന്നാൽ നമ്മൾ അവിടുത്തെ ഒരു കറൻസിക്ക് ഇവിടെ 1 രൂപ 16 പൈസ കിട്ടും. അപ്പോൾ ഇന്ത്യയുടെ ഏകദേശം സമാനം നമുക്ക് എനിക്ക് തോന്നുന്നു അത്രയും വലിയ ഒരു ബുദ്ധിമുട്ടില്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരിക്കാം ഒരുപക്ഷെ. അത്ര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ എല്ലാം വികസനമാണ് പ്രശ്നം. ചുമ്മാ ഒന്ന് ഫോളോ ചെയ്തേക്കാല്ലേ. ഇതാണ് അവരുടെ അൽബേനിയൻ ലേക്കിൻ്റെ ഒരു മാക്സിമം 1.16 ഒക്കെ വരുന്നു. വിക്കിപീഡിയയിൽ നമുക്ക് മലയാളം എടുത്ത് നോക്കാം അല്ലേ. ട്രാൻസ്ലേറ്റിംഗ് ഇൻ മലയാളം. ഈ വിക്കിപീഡിയ നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് കേട്ടോ. നമ്മൾ ഒത്തിരി ഇൻഫർമേഷൻ കിട്ടുന്നു. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു അവരുടെ പ്രോഫിറ്റ് ഒന്നും വളരെ കുറവാണ്. അവർക്ക് നമ്മൾ പറ്റുവാണെങ്കിൽ ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള അറിവേ ഉള്ളൂ. അപ്പോൾ അതിന് 28,748 കിലോമീറ്റർ ചതുരശ്രം വിസ്തൃതിയുള്ള റിപ്പബ്ലിക് ഓഫ് അൽബേനിയ. ഇവരുടെ ദേശീയ ഗാനം നമുക്കൊന്ന് കേട്ടു നോക്കാം. അൽബേനിയയുടെ ദേശീയ ഗാനമാണ് ഈ കേൾക്കാൻ പോകുന്നത്.
അപ്പോൾ അതായിരുന്നു അൽബേനിയയുടെ പതാകയാണ് ഈ കാണുന്നത്, അൽബേനിയയുടെ ചിഹ്നമാണ് ഈ കാണുന്നത്. നിങ്ങൾ അൽബേനിയ, മുദ്രാവാക്യം എന്ന് പറയുന്നത് നിങ്ങൾ അൽബേനിയ, നിങ്ങൾ എനിക്ക് ബഹുമാനം നൽകുന്നു, നിങ്ങൾ എനിക്ക് അൽബേനിയ എന്ന പേര് നൽകുന്നു. ടിറാനയാണ് ഏറ്റവും വലിയ സിറ്റി. അവിടെ വംശീയ ഗ്രൂപ്പിൽ അൽബേനിയക്കാരാണ് 96% കൂടുതലും. കുറച്ച് 1% ഗ്രീക്കുകാരുണ്ട്, ഈജിപ്തുകാരുണ്ട്, മറ്റുള്ളവരാണ് പിന്നെ പ്രഖ്യാപിക്കാത്തവരുണ്ട്. മതം ഇസ്ലാം ആണ് കൂടുതൽ മതം. 16% ക്രിസ്തു മതം. മതവിരുദ്ധർ 17%. എനിവേസ് AD രാമ ഈ പുള്ളിയാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ. ഇവരെല്ലാം ആദ്യം 62 വയസ്സേ ഉള്ളൂ. 62 വയസ്സ് വലിയ പ്രായം എന്ന് പറയാനില്ല രാഷ്ട്രീയത്തിൽ. ഈസ് എൻ ആർട്ടിസ്റ്റ്, ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ ഓഫ് അൽബേനിയ. 2013 തൊട്ട് പുള്ളി അൽബേനിയയുടെ പ്രധാനമന്ത്രിയാണ്. മോദിയെക്കാളും കൂടുതൽ നാൾ പുള്ളി പ്രധാനമന്ത്രിയായിട്ടിരുന്നു. ഇപ്പം മേയർ ഓഫ് ടിറാന ഫ്രം 11 വർഷം, 2000 തൊട്ട് 2011 വരെ. He was Minister of Culture, Youth and Sports from 1998 to 2000. പുള്ളി വളരെ നാളുകളായിട്ട് രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയാണ്. വളരെ ചെറുപ്പത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന വ്യക്തിയാണ്. ചെയർമാൻ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് അൽബേനിയ സിൻസ് 2005. സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് അൽബേനിയ, ഇതാണ് അവിടെ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് അൽബേനിയ. ഇവിടെ കമ്മ്യൂണിസം ആയിരുന്നു. അതിനെക്കുറിച്ച് അതിൻ്റെ ചരിത്രം നമ്മൾ അറിയണം. പിന്നെ 91 വരെ കമ്മ്യൂണിസം ആയിരുന്നതാണ് എനിക്കിതിൻ്റെ ഇൻഫർമേഷൻ തോന്നുന്നത്. നമ്മളത് കറക്റ്റ് മനസ്സിലാക്കണം. നമ്മൾ അൽബേനിയയുടെ ചരിത്രത്തിലോട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ. Again we have to translate. – 1912 അൽബേനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് കേട്ടോ. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് ഒരു രാജവാഴ്ചയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിലേക്ക് മാറി. ചരിത്രം നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അൽബേനിയ കമ്മ്യൂണിസ്റ്റ് എൻഡ് ഡേറ്റ്. The end of communist regime in Albania took place across multiple key dates between 1990 and 1992. അപ്പം ഏകദേശം 34 വർഷമായിപ്പം. കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് ഡിസംബർ 1990 legally authorized the formation of independent political parties, ending states' official monopoly in power. 1991 മാർച്ചിൽ 31 അൽബേനിയ held its first multi-party
parliamentary elections. April 29, 1991, the ruling Communist Party officially changed its name and People's Socialist Republic of Albania was formally dissolved. ഈ അൽബേനിയ റഷ്യയായിട്ടൊന്നും ഇല്ല, ബന്ധമില്ലല്ലേ. നമ്മൾ ഒരു പിന്നെ USSRുമായിട്ടൊന്നും ബന്ധമില്ല, സോവിയറ്റ് യൂണിയനുമായിട്ടൊന്നും ബന്ധമില്ല. March 22, 1992, the Democratic Party definitively won parliamentary elections, completely removing the Communist Party of Labour from power and making the end of communist era. മാർച്ച് 22, 1992 അൽബേനിയക്ക് ശരിക്കും കമ്മ്യൂണിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാം. ഓക്കെ, നമുക്ക് ഗുഡ് ബൈ പിള്ളേരെ. ഓക്കെ, പിന്നെ കാണാം. ഇതാണ് അൽബേനിയയുടെ ചരിത്രം. അതുപോലെ അൽബേനിയയിൽ വലിയൊരു പ്രശ്നം നടക്കുന്നു. ഒരു സെക്കൻഡ് പോകുന്നതിന് മുമ്പ്